ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ 1997 ഇറങ്ങിയ ഒരു ഹൊറർ സ്ലാഷർ ഫിലിമാണ്. അപ്പം അതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു, ഐ സ്റ്റിൽ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ എന്നുള്ളത്. ഈ രണ്ട് കഥയ്ക്കും അതിനൊരു തേർഡ് പാർട്ട് വന്നപ്പോൾ അത് രണ്ട് കഥയായിട്ട് ബന്ധമില്ലാത്തൊരു കഥയായിരുന്നു. അത് കുറച്ച് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഒക്കെയുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ഹുക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ട് ഒരു കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ഫസ്റ്റ് പാർട്ടിന്റെയും സെക്കൻഡ് പാർട്ടിന്റെയും സ്റ്റോറി കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഇന്ന് റിലീസ് ആയിട്ടുള്ള ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ റിലീസ് ആയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആദ്യം ഇറങ്ങിയ പടത്തിന്റെ അതേ ടൈറ്റിൽ തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളത്. ആ സിനിമ തുടങ്ങുന്നത് പോലെ തന്നെ ആ ഒരു ബീച്ചിന്റെ ആ ഒരു ഏരിയൽ ഷോട്ടിലൂടെ തന്നെയാണ് ഈ സിനിമയും തുടങ്ങുന്നത്. ബട്ട് 28 ഇയേഴ്സ് ലേറ്റർ ഈ വർഷം ഇറങ്ങിയ സിനിമയായിരുന്നു. വളരെ കോയിൻസിഡൻസ് അല്ലേ, പഴയ സിനിമകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരികയാണ് ഹോളിവുഡ്. അവരുടെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബട്ട് ഈ സിനിമ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ടാൽ മാത്രമാണ് ഈ തേർഡ് പാർട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. കാരണം ഇത് കണ്ടിന്യൂഷൻ ആണ്. പക്ഷേ നിങ്ങളത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ ഒരു സമ്മറി പോലെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ബഞ്ച് ഓഫ് ക്ലാസ്മേറ്റ്സ് കൊള്ളാല്ലേ, എളുപ്പമായിരിക്കും പറയാനായിട്ട്. അതായത് സുഖവും താരയും മുരളിയും റസിയും വയസ്സും ഒക്കെ ചേർന്നിട്ട് രാത്രി ഒരു യാത്ര പോകുന്നു. അതിനിടയിൽ ഒരാൾ ഇവരുടെ അശ്രദ്ധ കാരണം ഒരാൾ ആക്സിഡന്റിൽ പെടുന്നു, മരിക്കുന്നു. പക്ഷേ ഇത് പുറത്തൊന്നും അറിയിക്കരുത്, പോലീസിലൊന്നും അറിയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇവർ 5 പേരും തമ്മിൽ ഒരു ഡീലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇവർ തിരിച്ച് ബാക്ക് ടു നോർമൽ ലൈഫ്. ആൻഡ് 1 ഇയർ ലൈറ്റോ, ഒരു വർഷം കഴിയുമ്പോൾ ഒരാൾക്ക് ഒരു ലെറ്റർ കിട്ടുന്നു, ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ. അങ്ങനെ ഓരോരുത്തരായിട്ട് മരണപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് മരണപ്പെട്ട ആളുടെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇത് കൊല്ലപ്പെട്ടത് എന്നുള്ള രീതിയിലുള്ള ഇതിൽ ആരാണ് കില്ലർ എന്നുള്ളൊരു ചോദ്യം ഈ സിനിമയിലുണ്ട്. പക്ഷേ ഇത് സിനിമ എന്ന് പറയുന്നത് അതുവരെ കാണിക്കാത്ത ഒരു ക്യാരക്ടർ പെട്ടെന്ന് വരുന്നു, ഇതാണ് കില്ലർ. സിനിമയിലെ കില്ലർ എന്ന് പറയുന്നത് ഒരു കൊല്ലാൻ ശ്രമിച്ച ഒരാളായിരുന്നു. അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അയാളൊരു സൈക്കോ ആയതുകൊണ്ട് ഇവരെ മാത്രമല്ല കൊല്ലുന്നത്, ബാക്കി എല്ലാവരെയും കൊല്ലുന്നു. അങ്ങനെ ആ ഒരു കില്ലിംഗ് സ്പ്രീയിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നത് നായകനും നായികയും മാത്രമാണ്. അങ്ങനെ സെക്കൻഡ് പാർട്ട് വരുന്നു. സെക്കൻഡ് പാർട്ടിൽ നായകൻ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെ കുറേ കാര്യങ്ങൾ അത് കഴിഞ്ഞ് 1 ഇയർ ലേറ്റർ വീണ്ടും ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ. അങ്ങനെ വീണ്ടും ഒരു ലെറ്റർ കിട്ടുന്നു. ഇവരെ കൊല്ലാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുന്നു. ഇവരെ കൂടെ ബന്ധപ്പെട്ടവരൊക്കെ മരിക്കുന്നു. അങ്ങനെ പോകുന്നു കില്ലർ. അപ്പോൾ അന്ന് ആ മരിച്ച കില്ലർ, അതായത് ഫസ്റ്റ് പാർട്ടിൽ എല്ലാവരും മരിച്ചു എന്ന് വിചാരിച്ച കില്ലർ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. പക്ഷേ വേറെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ റിലവൻ്റ് ആയിട്ടുള്ള കേസല്ല. അപ്പം അങ്ങനെ നായകനും നായികയും രക്ഷപ്പെടുന്നു. അത്രേ ഉള്ളൂ. അത്രയും നമ്മളിതിൽ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഈ 28 ഇയേഴ്സ് ലേറ്റർ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ബഞ്ച് ഓഫ് ആൾക്കാർ അവർ ആ ഫസ്റ്റ് പാർട്ട്, അതായത് 97 പടം തുടങ്ങുന്ന പോലെ തന്നെ ഒരു ഇൻസിഡന്റ് നടക്കുന്നു. ഒരാൾ കൊല്ലപ്പെടുന്നു. ആ കൊല്ലപ്പെട്ടത് ആരാണ് എന്താണെന്നുള്ള രീതിയിൽ ഒരു 1 ഇയർ ലേറ്റർ. കാരണം ഈ കില്ലർ എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു ബ്ലാക്ക് കളർ യൂണിഫോം ഒക്കെ അടിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ കുഞ്ഞിരാമായണത്തിലെ ധ്യാൻഡയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഡിലേ ഒക്കെ ആയതുകൊണ്ട് ഒരു വർഷം ലേറ്റ് ആയിട്ടാണ് വരുള്ളൂ. പിന്നെ ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ എന്നാണല്ലോ. അപ്പോൾ ഈ ലാസ്റ്റ് എന്നുള്ളത് ഒരു കുറച്ച് പഞ്ചിലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കില്ലറിന് 1 ഇയർ വെയിറ്റ് ചെയ്താലേ മതിയാവുള്ളൂ. അപ്പം അങ്ങനെ കില്ലർ വരുന്നു, ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊല്ലുന്നു. ഇവരെ മാത്രമല്ല, വഴിയിൽ കാണുന്നവരെയൊക്കെ കൊല്ലുന്ന ഒരു സൈക്കോയാണ് ഈ കില്ലർ. അപ്പോൾ ഇത് ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ അന്വേഷിച്ച് വരുമ്പോഴാണ് ഇവർ ഈ 97 രക്ഷപ്പെട്ട 2 പേരുണ്ടെന്ന് മനസ്സിലാവുന്നു. പിന്നെ അവരുടെ ഹെൽപ്പ് തേടുന്നു. അങ്ങനെയുള്ള ഒരു നോർമൽ സംഭവം തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ പടം അത്യാവശ്യം നല്ല രീതിയിൽ ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തുടങ്ങുന്നത്. ആ ഒരു ഫ്ലോയിൽ തന്നെ ഇങ്ങനെ വരുന്നതുകൊണ്ട് എല്ലാം പ്രഡിക്റ്റബിൾ ആയിട്ട് പോവുകയാണ്. പക്ഷേ ഫൈനൽ ആക്ടിലേക്ക് വരുമ്പോൾ ഈ പടം കരകയറുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പടങ്ങളിലും ആ രീതിയിൽ പോകുന്ന രീതിയിലുള്ള ട്വിസ്റ്റുകളൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ ഈ സീരീസിന്റെ രീതിയിലുള്ള ട്വിസ്റ്റ് ആയിരുന്നില്ല ഈ പടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അത് ട്വിസ്റ്റ് എന്ന് പറയുന്നത് വൻ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അത്യാവശ്യം ഒരു 5 സിനിമ കണ്ട സീനിയോറിറ്റി ഉള്ള ആർക്കും, ഈ ജോണറിലുള്ള പടങ്ങൾ കണ്ട ആർക്കും സിമ്പിളായിട്ട് ഊഹിക്കാവുന്ന, ബട്ട് സ്റ്റിൽ എൻജോയബിൾ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആക്ടും സെക്കൻഡ് ആക്ടും വെച്ച് നമ്മൾ നല്ല രീതിയിൽ ബോറടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫൈനൽ ആക്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടെന്നുള്ളതും, പിന്നെ കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് പറയുമല്ലോ, ഇപ്പോൾ വരുന്ന എല്ലാ സ്ലാഷർ ഫിലിമിലും നല്ല രീതിയിൽ ബ്ലാക്ക് കോമഡി ഉണ്ട്. അപ്പോൾ ഈ കോമഡി വർക്ക് ആവുന്നുണ്ട്. പിന്നെ അടുത്ത പാർട്ട് ഇത് ഇവിടെ ഒന്നും വെച്ച് നിൽക്കാൻ പോകുന്നില്ല. ഓക്കെ, സംഭവം അപ്പോൾ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ജനറിക് ആയിട്ടുള്ള ഒരു പടമാണ്. പക്ഷെ ഫൈനൽ ആക്ട് ഇതിനെ രക്ഷിച്ചു എന്ന് പറയാൻ പറ്റും. ഇതിന്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഒരു ഫൺ വാച്ചാണ്. അപ്പോൾ ഇതുപോലത്തെ നോൺസെൻസ് പടങ്ങളൊക്കെ ചുമ്മാ കണ്ടിരിക്കുക എന്ന് പറയുന്നതും ഒരു രസമാണല്ലോ. ചില സമയത്ത് ഒരു ഗിൽറ്റി പ്ലഷറാണ്. സോ ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പുതുമയുള്ള ഒന്നും ഓഫർ ചെയ്യുന്നില്ല. പക്ഷേ ഈ ജോണറിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെറൈറ്റി സംഗതികളൊക്കെ ഒരു പിടിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് പ്രഡിക്റ്റബിൾ. ഇങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ കാണണ്ട, ആ രീതിയിൽ വരുന്ന 18 വേറെ സിനിമകൾ റിലീസായിട്ടുള്ള ദിവസമാണ് ഇന്ന് 18-ാം തീയതിയാണല്ലേ. ഓക്കെ, ജൂലൈ 18 ന്യൂ റിലീസസ്. വളരെ കോയിൻസിഡൻസ്. കൊള്ളാം, അതും കൊള്ളാം. ഏതായാലും അത്രേ ഉള്ളൂ ഈ സിനിമയെ കുറിച്ചുള്ള. വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ കാണാതിരിക്കാം. ഒരു ഗിൽറ്റി പ്ലഷർ എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാം. വയലൻസും കാര്യങ്ങളൊക്കെ കൊള്ളാം. പിന്നെ ഹൊറർ സീനും കാര്യങ്ങളൊന്നും എഫക്റ്റീവ് അല്ല. ചുമ്മാ ഒരു പടം.